നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3, 2026 ചൊവ്വ. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിനം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വൈകി വന്ന ഇന്ത്യയുടെ മുകളിലുള്ള ട്രേഡ് താരിഫ് ഗണ്യമായി കുറച്ചുകൊണ്ട് യുഎസിന്റെ ഭാഗത്ത് നിന്ന് വന്ന നടപടികളെ തുടർന്ന് ഇന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസിംഗ് ഫാക്ടർ തന്നെയായിരുന്നു. ഫലമായി ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 1200-ലേറെ പോയിന്റുകളുടെ മുകളിലും, സെൻസെക്സിൽ 3000-ലേറെ പോയിന്റുകളുടെ മുകളിലും, ബാങ്ക് നിഫ്റ്റിയിൽ 2800-ലേറെ പോയിന്റുകളുടെ മുകളിലും ഗ്യാപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരിയേറെ ട്രേഡേഴ്സിന് മികച്ച ലാഭമുണ്ടാക്കാൻ സാധിച്ചപ്പോൾ അതേസമയം ഒത്തിരിയേറെ ട്രേഡേഴ്സിന് ഇന്ന് അതിശക്തമായ നഷ്ടവും നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. അതേസമയം ഇന്ന് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അതീവ സന്തോഷം നൽകിയ ഒരു ദിനം തന്നെയായിരുന്നു. എങ്കിലും മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനടി തന്നെ അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായെങ്കിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ നേട്ടം നിലനിർത്തുവാൻ മാർക്കറ്റിനെ സംബന്ധിച്ച് സാധിക്കുകയും ഉണ്ടായില്ല. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ 52 വീക്ക് ഹൈയുടെ തൊട്ടടുത്തായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് 26,341 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 639 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,727 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് അതിന്റെ 52 വീക്ക് ഹൈയുടെ ഏകദേശം അടുത്തേക്കായിട്ട് എത്തിച്ചേരുവാൻ സാധിച്ചെങ്കിലും 2072 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 83,739 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് 61,764 എന്ന ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 1,422 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 60,041 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് മാർക്കറ്റിനുണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് എൻഎസ്സിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,494 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ആകെ 447 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായുള്ളൂ. മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രൂപയ്ക്കും സിംഗിൾ ഡേയില് യുഎസ് ഡോളറിനെതിരെ 3 വർഷങ്ങൾക്ക് ശേഷമുള്ള അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 90.27 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി 1% നേട്ടത്തോടുകൂടി യുഎസ് ഡോളറിനെതിരെ 3 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. ഇന്ത്യ യുഎസ് ട്രേഡ് ഡീലിന് മുകളിൽ വന്ന പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസസ് സ്റ്റോക്കുകളായ ഡിക്സൺ ടെക്നോളജീസ്, കെയ്ൻസ് തുടങ്ങിയ ഇഎംഎസ് സ്റ്റോക്കുകളിൽ 7% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. മാത്രമല്ല ഈ ഒരു ഡീലിന്റെ പ്രതിഫലനമായി ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിലും 12% ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ ഗോൾഡിയം, രാജേഷ് എക്സ്പോർട്സ് തുടങ്ങിയ ജെംസ് ആൻഡ് ജ്വല്ലറി സ്റ്റോക്കുകളിലും 20% അപ്പർ സർക്യൂട്ടും ഇന്ന് ലഭ്യമായി. കൂടാതെ ആവന്തി ഫീഡ്സ് തുടങ്ങിയ എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകളിലും കിറ്റക്സ് തുടങ്ങിയ ഗാർമെന്റ്സ് സ്റ്റോക്കുകളിലും അതിശക്തമായ ഉയർച്ചയും അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് പ്രത്യേകമായിട്ട് സെക്ടർ വൈസോ സ്റ്റോക്ക് വൈസോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഏതാണ്ട് എല്ലാ മേഖലകളും തന്നെ ഇന്ന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇന്ത്യ യുഎസ് ട്രേഡ് ഡീൽ ഉൾപ്പെടെ ഇന്ത്യൻ മാർക്കറ്റിനെ അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ 50% എന്ന താരിഫിൽ നിന്നും ഇന്ത്യയെ 18% പ്രഖ്യാപിച്ചുകൊണ്ട് യുഎസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന തീരുമാനം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അപ്രത്യക്ഷമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുകയും ഉണ്ടായത്. അപ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നെങ്കിൽ കൂടിയിട്ടും ഇന്നലെ വന്നത് ഒരു സർപ്രൈസിംഗ് ഫാക്ടർ തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഘട്ടത്തിൽ ഈ ഡീൽ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ഏകദേശം 4-5 മാസങ്ങൾക്ക് മുൻപേ പിന്നീട് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളെ തുടർന്ന് ഇന്ത്യ യുഎസ് ട്രേഡ് ഡീലിന് മുകളിൽ അനിശ്ചിതത്വം തുടർന്നെങ്കിലും കഴിഞ്ഞ ആഴ്ചയില് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടത്തിയ ബൃഹത്തായിട്ടുള്ള കരാറ് തീർച്ചയായിട്ടും യുഎസ് പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിക്കുക തന്നെയുണ്ടായി. ഈ ഒരു ഡീല് തന്നെയായിരിക്കാം ഒരാഴ്ചകൾ കൊണ്ട് പെട്ടെന്നൊരു ട്രേഡ് ഡീൽ ഇന്ത്യയുമായിട്ട് നടത്തുവാൻ അദ്ദേഹം തയ്യാറായതും. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രഖ്യാപനം വളരെയേറെ ഗുണകരമാവുകയും ചെയ്തു. മാത്രമല്ല ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യ യുഎസ് ട്രേഡ് ഡീലിന്റെ പങ്കും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തില് യുഎസിലേക്കുള്ള ഇന്ത്യയുടെ താരിഫ് 18% മാറ്റിയതോടുകൂടിയിട്ട് ഇത് ഇന്ത്യയുടെ കയറ്റുമതി എതിരാളികളെ മറികടക്കുവാൻ ഇന്ത്യക്ക് ലഭിച്ച ഒരു സുവർണാവസരം തന്നെയാണ്. കാരണം ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം തുടങ്ങിയ ഇന്ത്യയുടെ കയറ്റുമതി എതിരാളി രാജ്യങ്ങൾക്ക് 20% താരിഫും അതേസമയം പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ്, ഫിലിപ്പൈൻസ്, കംബോഡിയ തുടങ്ങിയ മറ്റുള്ള രാജ്യങ്ങൾക്ക് 19%
താരിഫുമാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിൽ നിന്നെല്ലാം വിഭിന്നമായി 1% ഇളവ് ഇന്ത്യൻ എക്സ്പോർട്ടിന് ലഭിക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് US മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുവാനുള്ള കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ട് 92 എന്ന സൈക്കോളജിക്കൽ ലെവലും ഇന്ത്യൻ രൂപ മറികടക്കുകയുണ്ടായി. എന്നാൽ ഇന്നലെ രാത്രി ഈ ഒരു ഡീലിന്റെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് 3 വർഷങ്ങൾക്കു ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യൻ രൂപയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് മുൻപ് കണ്ട പോലെ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് അതിന്റെ 3 ആഴ്ചത്തെ ഹൈയിലേക്കും എത്തിച്ചേരുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഏകദേശം 1% നേട്ടവും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായ അതിശക്തമായ നഷ്ടത്തിന് ശേഷം US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും, കൂടാതെ ഇന്ന് യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സുകളിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി തന്നെ മാറി. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ ഇടിവ് അനുഭവപ്പെട്ടതും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് നേട്ടം തുടരുവാൻ സഹായിക്കുകയും ഉണ്ടായി. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യ വിക്സിൽ തീർച്ചയായിട്ടും ആദ്യ സെക്ഷനിൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയുടെ ഫലമായിട്ട് 10% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുക മാത്രമല്ല 7.07% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 12.89 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിന് നേരിടേണ്ടി വന്ന ഇടിവും നമ്മുടെ മാർക്കറ്റിന് തീർച്ചയായിട്ടും ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് ശേഷം അതിശക്തമായ ഒരു നേട്ടത്തോടുകൂടി ഏകദേശം 2.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ തോതിലുള്ള നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുവാനും സാധിക്കുന്നുണ്ട്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ആകെ ഹോങ്കോങ് മാർക്കറ്റിന് മാത്രമേ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായുള്ളൂ. നഷ്ടമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഫ്ലാറ്റ് ആയിട്ട് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ഹോങ്കോങ് മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും നിലവിൽ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ അതേസമയം 5.5% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $63.33 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.22 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ $256 ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4915.96 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് പറയാൻ പോകുന്ന എല്ലാ റിസൾട്ടുകളും Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 21% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഇൻകത്തിലും 24% വർധനവ് രേഖപ്പെടുത്തി. MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ന്യൂഡൽഹിയിലെ കപൂർതലയിലുള്ള റെയിൽവേ കോച്ച് ഫാക്ടറിയിൽ നിന്ന് GPS അധിഷ്ഠിത പബ്ലിക് അഡ്രസ് ആൻഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റത്തിനായി ആദ്യ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. RBL ബാങ്ക് ലിമിറ്റഡ് UAയിലെ എമിറേറ്റ്സ് NBD ബാങ്ക് RBL ബാങ്കിന്റെ 415.6 മില്യൺ വരുന്ന ഓഹരികൾ 280 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വരുൺ ബീവറേജസ് Q3 റിസൾട്ടില് റവന്യൂവില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3820 കോടി രൂപയിൽ നിന്നും ഇത്തവണ 4330 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സാഗലിറ്റി ഇന്ത്യ Q3 ഏർണിംഗ്സില് റവന്യൂവില് 35.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1971.2 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ധാബ ഇന്ത്യ ഇമാമിയുടെ നവരത്ന എണ്ണയുടെ സമാനമായ പാക്കേജിംഗ് ഉപയോഗിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി. അദാനി എന്റർപ്രൈസസ് Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 96 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 5627 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 8% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.